പഹൽഗാം ഭീകരാക്രമണത്തിൽ ദേശീയതയ്ക്കെതിരായി കേരള സർവകലാശാലയിലെ തമിഴ് വകുപ്പ് നടത്താനിരുന്ന സെമിനാർ തടഞ്ഞ് വിസി ഡോക്ടർ മോഹൻ കുന്നുമേൽ. സംഘർഷം തുടരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സെമിനാർ ആസൂത്രണം ചെയ്തതെന്നും വിസി വെളിപ്പെടുത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മോദി സർക്കാർ അറിഞ്ഞുകൊണ്ട് പഹൽഗാം ആക്രമണം അനുവദിച്ചു എന്നായിരുന്നു സെമിനാറിന്റെ ഉള്ളടക്കം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സെമിനാർ സംഘടിപ്പിക്കുന്നതിന് അനുമതി നൽകിയ വകുപ്പ് മേധാവിയോട് വിശദീകരണം ആവശ്യപ്പെടാനും വിസി ഉത്തരവിട്ടു. This must be a lesson to all those anti-nationals, and I have informed the fact to our Honorable Chancellor, and I understand that he has informed to the national agencies. We must be very careful to protect our nation from the enemies inside. The enemies outside will be eliminated by our brave soldiers, but the enemies inside the country has to be eliminated by us, the common man. അതേസമയം സംഭവത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. ഇല്ലാത്ത സെമിനാറിന്റെ പേരിൽ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് ആക്ഷേപിച്ചു എന്നാണ് ആരോപണം. വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മളത് കണ്ടതാണ്. അതേ തുടർന്ന് പിന്നീടുണ്ടായ അതിർത്തിയിലെ സംഘർഷത്തിന്റെ സമയത്തും നമ്മൾ കണ്ടത് ഭരണപക്ഷ വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനിടയിലാണ് കേരള സർവകലാശാലയിലെ തമിഴ് വകുപ്പ് ഇങ്ങനെ ഒരു സെമിനാർ, പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതാണ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നു എന്നിപ്പോൾ വിസി ഡോക്ടർ മോഹൻ കുന്നുമൽ പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു പേപ്പർ പ്രസന്റേഷൻ, അങ്ങനെയാണ് വിശദീകരണം വരുന്നത്, അതവിടെ നടക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അത് വിസി ഇടപെട്ട് തടയുകയായിരുന്നു. വിസിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ, അതായത് വിദ്യാർത്ഥികളെ ക്രൂശിക്കുന്നു, അതിന്റെ പശ്ചാത്തലം എന്താണ്? ശ്രീജ, മെയ് 9-നാണ് ഇത്തരമൊരു സെമിനാറെന്ന് ഇപ്പോൾ ആരും സമ്മതിക്കുന്നില്ല. അത് സംഘടിപ്പിക്കപ്പെടാൻ തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ ഒരു ചർച്ച ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശദീകരണം വരുന്നത്. മെയ് 9-ന് ഇത്തരം ഒരു ചർച്ച, അതായത് തമിഴ് വിഭാഗത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, റിസർച്ച് സ്കോളർമാരുടെ, ഗവേഷക വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ലേഖനം, തമിഴ് പത്രത്തിൽ വന്ന ഒരു ലേഖനം വന്നു. ജനനായകം എന്ന തമിഴ് പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനം. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇപ്പോഴും പഹൽഗാം ആക്രമണം ഉപയോഗിച്ചുകൊണ്ട് അവർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചരണം നടത്തുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ മോദി സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പഹൽഗാം ആക്രമണം അനുവദിച്ചത്? ആ ചോദ്യം സ്വാഭാവികമായും നമ്മളിൽ ഉയരും എന്നാണ് ആ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. ഒരു വിദ്യാർത്ഥി ഇത് നമുക്ക് നാളത്തെ ചർച്ചാ വിഷയം ഇതാക്കിക്കൂടെ എന്ന ചോദ്യം ഗ്രൂപ്പിൽ ചോദിച്ചു. നാളത്തെ ചർച്ച ഈ ജനനായകത്തിലെ സെമിനാറുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളായിക്കൂടെ എന്ന ചോദ്യം ഗ്രൂപ്പിൽ ഉന്നയിച്ചു. അപ്പോൾ തന്നെ വകുപ്പ് മേധാവിയുടെ എതിർപ്പ് അതിൽ വരികയും ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ തമിഴ് വിഭാഗവും സിൻഡിക്കേറ്റ് അംഗങ്ങളും സർവകലാശാലയും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയോ സെമിനാറോ തീരുമാനിച്ചിട്ടില്ല. സെമിനാർ നേരത്തെ തന്നെ അനുമതി വാങ്ങേണ്ട ഒന്നാണ്. സെമിനാർ നടത്തണമെങ്കിൽ അനുമതി വാങ്ങണം, ഫണ്ട് സർവകലാശാല സിൻഡിക്കേറ്റ് അനുവദിക്കണം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ വന്ന ഒരു ചോദ്യം, ഒരു വാർത്താ കട്ടിങ്ങിന്റെ ബന്ധപ്പെട്ട ഒരു ചർച്ച മാത്രമാണ്. അതൊരു ചർച്ച സംഘടിപ്പിക്കാനായിരുന്നു ആലോചനകൾ ഉയർന്നതും. എന്നാൽ അത് വിസി ഇടപെട്ട് അടിയന്തരമായി ഇതിലൊരു വിശദീകരണം നൽകാൻ രജിസ്ട്രാറോട് നിർദ്ദേശം നൽകി. രജിസ്ട്രാർ ഇക്കാര്യം അന്വേഷിക്കുകയും വിസിയുടെ നിർദ്ദേശപ്രകാരം ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ്, ദേശവിരുദ്ധ നീക്കമാണ്, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട ഒരു കത്ത്, സർക്കുലർ രജിസ്ട്രാർ, സർവകലാശാല രജിസ്ട്രാർ ഇറക്കുകയും ചെയ്തു. അതോടുകൂടി ചർച്ചയായാലും അല്ലെങ്കിൽ ആ സെമിനാർ ആയാലും രണ്ടു ഭാഗങ്ങളുടെയും വാദങ്ങൾ അപ്രകാരമാണ്. അങ്ങനെയെങ്കിൽ അത് തടയപ്പെട്ടു, നടന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മോഹൻ എസ് കുന്നുമൽ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇതിനിടയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദേശവിരുദ്ധരായ വിദ്യാർത്ഥികളുടെ പരാമർശം, അതായത് വിദ്യാർത്ഥികൾ ദേശവിരുദ്ധ പ്രവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിനെതിരെ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ രൂക്ഷമായ തർക്കമാണ് നടന്നത്. വിസിക്കെതിരെ ഇടത് അംഗങ്ങൾ ശക്തമായ നിലപാടെടുത്തു. ഒരു ചർച്ച ഉന്നയിക്കണം, അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ഈ ദേശവിരുദ്ധ ചിത്രീകരിച്ച് അംഗീകരിക്കാനാകില്ല എന്ന കാര്യത്തിലായിരുന്നു രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നത്. വിസി തന്റെ ഭാഗം വിശദീകരിച്ചു. ഒരു കാരണവശാലും
സർവകലാശാല നീക്കങ്ങൾ അനുവദിക്കാനാകില്ല. താനൊരു സൈനികന്റെ മകനാണ്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് VC കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു. 2 മണിക്കൂറിലേറെ നീണ്ട വിശദമായ ചർച്ച എന്ന് പറയാൻ കഴിയും വാഗ്വാദം തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ CPM ഇടത് അംഗങ്ങളും അതുപോലെ തന്നെ VC അനുകൂലിച്ച് BJP അംഗങ്ങളും നടത്തിയത്. സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് കേസുമായോ അല്ലെങ്കിൽ ഏത് നിയമ നടപടിയോ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ അന്വേഷണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. VCയും പരാതി നൽകിയിട്ടില്ല. VC എല്ലാ സർവകലാശാല രജിസ്റ്ററാണ് സാധാരണ ഇത് പരാതി നൽകേണ്ടത്. അങ്ങനെ ഇതിനെതിരെ പരാതി നൽകാൻ തീരുമാനമെടുത്തിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. 2 മണിക്കൂറിലേറെ ഈ വിഷയം മാത്രമായിരുന്നു ഇന്നലെ രാത്രി വൈകി അവസാനിച്ച സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത്. ഈ സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ തമിഴ് വിഭാഗം മേധാവിയോട് രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കുട്ടിയും ഈ റിസർച്ച് സ്കോളറും ഗവേഷക വിദ്യാർത്ഥിയും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. സെമിനാർ നടത്താൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടില്ല, ആവശ്യം ഉന്നയിച്ചില്ല, തീരുമാനമെടുത്തിട്ടുമില്ല. പകരം ഇങ്ങനെ ഒരു പത്രത്തിലെ ഒരു ലേഖനം കണ്ടു, അതിൽ നമുക്ക് ചർച്ചയായിക്കൊണ്ട് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ആ കുട്ടിയും വിശദീകരിച്ചു എന്നാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗവും CPM നേതാവുമായ ശ്രീ ഷിജു ഖാൻ നമ്മളോടൊപ്പം ടെലിഫോൺ